ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് തന്നെ പറയാം. പലരും ചോദിച്ച കാര്യമാണ്, എന്താ താജ്മഹൽ വ്ളോഗ് ഇടാത്തതെന്ന്. ഞാൻ പോസ്റ്റ് വിട്ടതിന് ശേഷം പല കമൻസായിട്ടും പല മെസ്സേജസായിട്ടും എനിക്ക് അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ഒന്ന് ക്യാമറ സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പോൾ എങ്ങനെ അവിടെ ക്യാമറ സെറ്റ് ചെയ്തതെന്ന്. ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്തത് ഒന്നും സെറ്റ് ചെയ്യാനില്ല. ഇവിടെ ചുമരമായിട്ട് ഫോണ് രണ്ട് കയറ്റി പിടിച്ചേക്കുക, അതന്നെ ക്യാമറ സെറ്റിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇളകാതെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാട്ടോ, എന്താ വാർപ്പാണോ എന്ന് ചോദിക്കും. വാർപ്പൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം ഈ പൊരിഞ്ഞ വെയിൽ തന്നെയാണ്. അവിടെ എത്ര 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചൂട്. അപ്പോൾ ഈ പൊരിഞ്ഞ ചൂടത്ത് പോയിട്ട് ഈ ഇങ്ങനെയുള്ള മുഖം ഫുള്ള് കറുത്തിട്ട് ഈ സൈഡിലിപ്പോൾ കാണണ്ടാവില്ല, അതേമാതിരി ആയി വരും ചിലപ്പോൾ ഞാൻ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. രണ്ടാമത്തെ എന്ന് വെച്ചാൽ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഇങ്ങനെ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഫാമിലി ഇഷ്യൂ വലിയ ഒരു ഇഷ്യൂ തന്നെയാണ്. ഞാൻ ഒരു ദിവസം എക്സ്പ്ലനേഷൻ ചെയ്യുന്ന കേട്ടോ. അതാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് വ്ളോഗ് വന്നിട്ടില്ല. ഞാൻ വ്ളോഗൊന്നും മിസ് ചെയ്യാതെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ അടുപ്പിച്ച് അങ്ങോട്ട് വ്ളോഗ് ഇടണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ വ്ളോഗ് ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ നല്ല നല്ല വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നവർ തന്നെ പലരും ലൈക്ക് അടിക്കാതെ പോകണം. ആ ലൈക്ക് അടിക്കുമ്പോൾ കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ ആ വീഡിയോ യൂട്യൂബ് കുറച്ചുകൂടി ആളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈക്ക് ഞാൻ ചോദിക്കുന്നത്. ആ ലൈക്ക് കൂടുതൽ കൗണ്ട് ഉണ്ടാകുമ്പോൾ പലരേക്ക് എത്തിക്കാൻ നമ്മളെ യൂട്യൂബ് ഈ 500 ഇതിൻ്റെ ഉള്ളിലല്ലാതെ പുറത്തേക്കും കൂടി കുറച്ചും കൂടി എത്തിക്കാൻ റീച്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നവർ തന്നെ ആ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താജ്മഹലിൻ്റെ വ്ളോഗ് എന്തായാലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇനി നമ്മൾ സ്കൂളിൻ്റെ ഓപ്പണിംഗ് ഒക്കെ വരുന്നത്. ആ സ്കൂളിൻ്റെ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് ഇനി എക്സാം വേണ്ടല്ലോ. ഞാൻ എക്സാം എന്താ പറയുക, ക്രിസ്മസ് എക്സാം ഉണ്ട്, ഓണം എക്സാം ഉണ്ട്. അതിനൊക്കെ 10 ദിവസവും 12 ദിവസമൊക്കെ ലീവ് ഉണ്ട്. അതിന് ഞാൻ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് അശ്വിനെയും കൂടി കൂട്ടാൻ. അതും തീരുമാനമാക്കാം. അവനെ കൂടി കൂട്ടാൻ ശ്രമിക്കാമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാം നോക്കണമല്ലോ, നമ്മളൊരു വലിയ ട്രിപ്പിൻ്റെ പ്ലാൻ. അതാണ് ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും വലിയ ട്രിപ്പിൻ്റെ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള അക്കോമഡേഷൻ ആൻഡ് ഇവിടുത്തെ ട്രെയിനിൻ്റെ ടിക്കറ്റ്, പിന്നെന്താ പിന്നെ അങ്ങനെയുണ്ട് ഫുഡ് കാര്യങ്ങൾ, ഇവിടുന്ന് കൊണ്ടാകാനുള്ള ഡ്രസ്സ്, ഓവർ ലഗേജ് അവിടെ എടുക്കില്ല. താജ്മഹലിലേക്കൊക്കെ നമ്മൾ വലിയൊരു ബാഗ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഉള്ളിൽ കയറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് ബാഗൊക്കെ അവിടെ വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബാഗൊക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ ഓവർ ലഗേജ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ മാസം പോകുന്നതാണ്, ഈ മാസം പോകുന്നതാണ്, അതും പറ്റില്ല. വേറെ ഒന്നുമല്ല, ഒന്നാമത് ഈ ചൂടാണ് ഗെയ്സ്, ഭയങ്കര ചൂടാണ്. ഇപ്പം നിങ്ങൾ കാണണ്ടാവും ഞാൻ വേർത്ത് കുളിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ മോൻ കഴിക്കാമെന്നല്ല, അതൊക്കെ വേർത്ത് വെറുതെ നിന്നപ്പോൾ തന്നെ വേർത്ത് കുളിക്കുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ചൂട് തന്നെയാണ്. അവിടെ എത്ര 40 ഡിഗ്രി ഒക്കെയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം മെയിൻ കാര്യം ഈ ചൂടും കാര്യങ്ങളൊന്നുമല്ല. ചൂടുണ്ടെങ്കിൽ ഞാൻ പോകും. പക്ഷേ ഒന്നാമത്തെ ചെറിയ ഇഷ്യൂ ആയിട്ട് ഇതാണ്, ഈ വെയിൽ തന്നെയാണ്. കാരണം ഈ വെയിലത്ത് പോയി ഇനി വലിയ സൂര്യാഘാതം, ഓരോ വാർത്ത ന്യൂസ് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ വാർത്തയിൽ സൂര്യാഘാതം മറ്റേതൊക്കെ അതൊന്നും ഏൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബിഗ് ഫാമിലി ഇഷ്യൂയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ എടുത്തായിരുന്നു. പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് റൂഡായിട്ട്, അത് ഹാർഡായിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്തത്. അങ്ങനെ ബിഹേവ് ചെയ്തപ്പോഴേക്ക് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴേക്ക് തന്നെ തോന്നി ഇത് ഇനി യൂട്യൂബിൽ വിട്ട് വെറുതെ എന്തിനാണ് നമ്മളെ ഉള്ള ഫാമിലീൻ്റെ ഹാപ്പിനെസ്സും കൂടി. അതായത് യൂട്യൂബിൽ നമ്മൾ ഹാപ്പിനെസ് അല്ല സാഡ്നെസ് ഇതേ വരെ വിട്ടിട്ടില്ല. അപ്പോൾ ഈ ഹാപ്പിനെസ് ആണ് യൂട്യൂബിൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വെറുതെ കുളങ്ങണ്ടല്ലോ ഒരു സാഡ് കൊണ്ടുപോയിട്ടിട്ട്. അപ്പം ഞാൻ അത്രയ്ക്കും റൂഡായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അത്ര 20 മിനിറ്റായിട്ട് ഉണ്ടെന്ന് ആ വീഡിയോ ഞാൻ എഡിറ്റിങ് ടൈമിൽ തന്നെ ഫുള്ളായിട്ട് പെർമനൻ്റായിട്ട് ഡിലീറ്റാക്കി ഒന്നാകണ്ട് ഒഴിവാക്കിയാണ്. അപ്പോൾ താജ്മഹൽ വ്ളോഗ് ഇനി വരുമോ എന്ന് ചോദിക്കണവർക്ക് പറയാനുള്ളത്, താജ്മഹൽ വ്ളോഗ് വരാതെയൊന്നും ഇരിക്കില്ല. അപ്പോൾ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ ഇനിയും ഉണ്ടല്ലോ, ലീവൊക്കെ ഉണ്ടല്ലോ, അടുപ്പിച്ച് 2-3
ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അന്നത്തെ വീഡിയോ അത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ കണ്ടവരെ ഇനിയും വെറൈറ്റി വീഡിയോ വരാണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോളൂ മസ്റ്റായിട്ട്. ഓക്കെ.